മോദി സർക്കാരിന്റെ ഭരണ മികവ് കൊണ്ട് അരുണാചൽ പ്രദേശ് ചൈന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത് അരുണാചലിലുള്ള ആളുകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് തന്നെയാണ്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. നമുക്ക് ആ വീഡിയോസ് ഒക്കെ കാണാം. അതുപോലെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോസ് നമുക്ക് കാണാം. ഇതിനൊക്കെ മുൻപായി അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മളെ സർക്കാർ അന്നും ഇന്നും പറയുന്ന ഒരേ ഒരു വാക്യം എന്ന് പറയുന്നത് കേട്ടു നോക്കൂ. So, Sahil, coming first to your question regarding the reaction which came from when we put out those 27 names. So, let me reiterate this yet again, that Arunachal Pradesh is an inalienable and integral part of India, and this is a fact which is self-evident. At the same time, let me also underline that nothing can change this indisputable reality. കേട്ടില്ലേ? ഇങ്ങനെ വേറെ ആരുമല്ല, ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പോക്ക് പേഴ്സൺ ആണ്. ഇവർ പറയുന്നത് ഒരു 28 നെയിമിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റിലീസ് ചെയ്തത്. അതായത് അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾക്ക് 28 നെയിം, സ്റ്റാൻഡേർഡ് നെയിം ഇന്ത്യ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചൈന എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു കാര്യം അപ്പോൾ തന്നെ ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഇവരിവിടെ പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അരുണാചൽ പ്രദേശ്. അതായത് മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത വിധമുള്ള ഒരു ഇന്ത്യയുടെ ഒരു ഭാഗമാണ് അരുണാചൽ പ്രദേശ്. അതുപോലെ സെൽഫ് എവിഡന്റ് ഫാക്ട് ആണ് എന്നാണ് പറയുന്നത്. അതായത് സ്വയം ഒരു തെളിവാണ്, ഒരു സത്യമാണ്. അതായത് ഇത് ആർക്കും നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇത് മാറ്റം വരുത്താനോ ആർക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന ഒരു കാര്യമാണ്. അന്നായാലും ഇന്നായിരുന്നാലും പറയുന്ന ഒരു കാര്യം, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ്. സത്യം തന്നെയാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം സർക്കാർ പറയുന്നില്ല. നമുക്ക് അരുണാചൽ പ്രദേശിലെ ഒരാൾ പറയുന്ന വീഡിയോ കണ്ടു നോക്കാം. हम खुद लोकल आदमी बोल रहा है चाइना आया है, अभी इंडिया का जमीन को लिया है, पोखरेला को लिया है बोल के बात, तो उसको भी झूठ दे बोलते तो क्या बोलेगा? अभी उसको आप लोग पॉलिटिक्स मत कीजिए. जितना भी अरुणाचल का जो भी पॉलिटिक्स लीडर से रिक्वेस्ट है, उसको आप लोग एकजुट करके उसको सब कदम से कदम मिला के उसको आप लोग जो कुछ न कुछ करने से जो इंडियन गवर्नमेंट को भी फोर्सफुली करना है, और जो भी हो चाइना जो अभी ऑक्युपाइड किया उसको किसी करके वापस लेना है, उसको सोचना है. अगर लड़ाई करता है बोलने से हम लोग तो साथ है ना, हम लोग पहले से भी साथ है, अभी भी साथ है. क्योंकि अभी जितना आर्मी वहां में जाता है हम लोग लोकल खुद ले जाते हैं, और जितना आर्मी को जितना वहां में हम लोग जो इंफॉर्मेशन देता है हम लोग खुद लोकल देते हैं. क्योंकि हम लोग लोकल आदमी वहां में अंतर बैठता है कि चाइना को कौन सी जगह में चाइना एक्टिविटी कर रहा है हमको मालूम होगा ना, आप लोग को कैसे मालूम होगा. इसलिए अरुणाचल का जितना भी लीडर को हम रिक्वेस्ट करता है आप लोग ऐसे भाषणबाजी मत कीजिए. കേട്ടില്ലേ? ഇങ്ങനെ പറയുന്നത്, അതായത് ഇങ്ങനെ എന്ന് പറയുന്നത് ഒരു ലോക്കൽ റെസിഡന്റ് ആണ് എവിടെ അരുണാചലിലെ. ഇവർ പറയുന്നത് ചൈനയുടെ കടന്നുകയറ്റത്തെ കുറിച്ചാണ്. അരുണാചൽ പ്രദേശിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലോക്കൽ റെസിഡന്റ് എന്ന നിലയിൽ, അതായത് ഞാൻ അവിടെ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ എനിക്കറിയാം ചൈന എത്രത്തോളം ഇന്ത്യൻ ടെറിട്ടറി, ഇന്ത്യയുടെ സ്ഥലങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നാണ് പറഞ്ഞത്. ചില സ്ഥലങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഡംചോക്ക് അതുപോലെ ഡോക്ലാം ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ചൈന പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്ന, അതായത് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാ ലീഡേഴ്സിനോടും, അതായത് അരുണാചൽ പ്രദേശിലുള്ള എല്ലാ ലീഡേഴ്സും, അത് പൊളിറ്റിക്സോ ഒന്നും നോക്കരുത്, എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ അറിയിക്കണം. അവരോട് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഇങ്ങനെ ചൈന കുറെ കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇയാൾ പറയുന്നത് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ആർമിയെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് അയാൾ പറയുന്നത് ലോക്കൽ പീപ്പിൾ എന്ന നിലയിൽ നമുക്കറിയാം ചൈന എവിടെയൊക്കെ ഇപ്പൊ തമ്പടിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഇവിടുത്തെ ടെറൈൻ ഒക്കെ ഞങ്ങൾക്കാണ് കൂടുതലായിട്ട് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ആർമിയെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, അതായത് ഇന്റലിജൻസ് പറഞ്ഞു കൊടുത്തിട്ട് അവരെ സഹായിക്കുന്നുണ്ട്, ഇനിയും സഹായിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ പൊളിറ്റീഷ്യനുള്ള ഒരു മെസ്സേജ് എന്ന രീതിയിൽ ഇയാൾ ലാസ്റ്റ് അവസാനം പറയുന്നത് എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടും ഈ പൊളിറ്റിക്സ് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ട് ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യം, അതായത് ഇതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്, അപ്പോൾ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എല്ലാവരും കാണണം എന്നാണ് ഈ ലോക്കൽ വ്യക്തി, അവിടുത്തെ അരുണാചൽ പ്രദേശിലുള്ള വ്യക്തിയാണ്. അവിടുത്തെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി വന്നിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു രാഹുൽ ഗാന്ധി പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന്. യഥാർത്ഥത്തിൽ
കളവിന്റെ ഒരു ചീട്ട് കൊട്ടാരമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. കാരണം അതിന് ഏറ്റവും വലിയ തെളിവാണ് രാജ്നാഥ് സിംഗ്, ദ ഡിഫൻസ് മിനിസ്റ്റർ. പാർലമെന്റിൽ പോലും പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒരു ജവാൻ പോലും മരണപ്പെട്ടിട്ടില്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് തിരുത്തി പറഞ്ഞു, 6 സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം. അതുപോലെ CAG ഒരുപാട് സ്കീംസിലെ കളവ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് പറയുന്നത് അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ്. പക്ഷെ അവിടുത്തെ ആളുകളാണ്, ലോക്കൽസ് ആണ് പറയുന്നത് അവിടെ പ്രശ്നമുണ്ട്, ചൈന ഇന്ത്യൻ സോയിലിലേക്ക് കയറിയിട്ടുണ്ടെന്ന്. ഒരു വീഡിയോ കാണാം. मोदी सरकार ने भारत का एक कोना 60 किलोमीटर का जो भी अरुणाचल में आता है वो बेच दिया है. तो इसके लिए पहले अंतर देखो ये वीडियो हकीकत है. तो चीन के आर्मी वाले घुस चुके. കണ്ടില്ലേ, അവിടെ കാണുന്നത് ഇന്ത്യൻ ആർമി അല്ല, ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ്. ഈ വ്യക്തി ഈ വീഡിയോയിൽ പറയുന്നത് മോദി സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം 60ഓളം കിലോമീറ്റേഴ്സ് ഉള്ള ഇന്ത്യൻ ടെറിട്ടറി, അരുണാചൽ പ്രദേശിലുള്ള ഇന്ത്യൻ ടെറിട്ടറി ചൈനക്ക് കൊടുത്തു. അതായത് ആ ആർമി ഇപ്പോൾ ഉള്ളത്, അതായത് ചൈനയുടെ ആർമി ഉള്ളത് 60 കിലോമീറ്റർ അകത്താണ്, ഇന്ത്യയുടെ അകത്താണ്. എന്നിട്ടാണ് നമ്മളുടെ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ അരുണാചൽ പ്രദേശിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. അവർ കയറിയിട്ടുള്ളതാണ്. ആ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. നമുക്കൊരു വീഡിയോ കൂടി കാണാം. गुड बाय इंडिया. बहुत जल्द आप सब लोग मुझे चाइना में दिखेगा. सिर्फ मुझे ही नहीं, पूरा अरुणाचल को चाइना में दिखेगा. क्योंकि चाइना यहाँ अरुणाचल में धीरे धीरे करके घुस रहा है. यहाँ के जमीन कब्जा कर रहा है. यहाँ के लोग, पब्लिक, जनता चिल्ला चिल्ला के सरकार को बोल रहा है कि एक्शन लो, बट सरकार का तरफ से कुछ भी एक्शन नहीं ले रहा है. बस झूठ मूठ का बातें. अगर ऐसा ही चलता रहा तो बहुत समय नहीं लगेगा, बहुत साल के बाद चाइना अरुणाचल को पूरा कैप्चर कर लेगा और आप सब, हम अरुणाचल वासियों को चाइना में दिखेगा. इसीलिए मैंने बोला एडवांस गुड बाय. अब सरकार कुछ एक्शन नहीं ले रहा है और हम भी कुछ नहीं कर सकता है, तो अब चाइना का साथ ही जाना पड़ेगा. तो मिलते हैं चाइना में इन फ्यूचर. ഇയാളും അവിടെ ഉള്ളതാണ്, അരുണാചൽ പ്രദേശിൽ നിന്നിട്ട വീഡിയോ ആണ്. അവസാനം പറയുന്നത് കേട്ടില്ലേ, ഗുഡ് ബൈ ഇന്ത്യ, ഇനി ചൈനയിൽ വെച്ച് കാണാമെന്ന്. അതായത് ആ സ്ഥലങ്ങളൊക്കെ എൻക്രോച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഇയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ അരുണാചൽ പ്രദേശ് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് ചൈന എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് ലോക്കൽ പബ്ലിക്കും അതുപോലെ സിറ്റിസൺസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ കൃത്യമായ രീതിയിലുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അയാൾ പറയുന്നത് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, ചൈന എൻ്റെ റീജിയൻ, ഈ മുഴുവൻ സ്ഥലവും അവർ കയ്യേറും. അതിനുശേഷം ഞങ്ങളുടെയൊക്കെ ജീവിതം ചൈനയുടെ റൂളിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അവസാനം ഇയാൾ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ചൈനയിൽ നിന്നും കാണാം, അതായത് ഫ്യൂച്ചറിൽ ചൈനയിൽ നിന്നും കാണാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. ഒരു വീഡിയോ കൂടി കാണാം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും, ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്നും ചൈനീസ് ആർമിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് വെരിഫൈ ചെയ്തിട്ട്, അതുകൊണ്ട് കൃത്യമായി എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ഇത് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഓക്കെ, പക്ഷേ ദ ഹിന്ദു പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ന്യൂസ് എന്ന് പറയുന്നത് കേറു ചദ്ദർ എന്ന് പറയുന്ന ചെയർമാൻ ഓഫ് വെൽഫെയർ സൊസൈറ്റി ആന്ധ്രാപ്രദേശ്, അവിടുത്തെ ഒരു വെൽഫെയർ സൊസൈറ്റിയിലെ ചെയർമാൻ ആണ്. അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടൊക്കെ കയറിയിട്ടുമുണ്ട്. ഞങ്ങളുടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോർ സ്റ്റെപ്പിൽ, അതായത് വീട്ടു പഠിക്കലാണ് അവരുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇയാൾ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഒരു സ്റ്റെപ്പും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം അരുണാചൽ പ്രദേശ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് പുതിയതായിട്ടുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ആർമിയെയും ലോക്കൽ ബോഡീസിനെ വെച്ചിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്നും ആർമി ഈ കാര്യം റിജക്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ന്യൂസ് ആണ് നവംബർ 2025 2025 ഉണ്ടായ ഒരു ന്യൂസ് ആണ്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഫ്രം അരുണാചൽ പ്രദേശ് UK താമസിക്കുന്നു. അവർ ഏകദേശം ഷങ്കായ് എയർപോർട്ടിൽ 18 മണിക്കൂർ അവരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചൈനീസ് ഒഫീഷ്യൽസ് എന്ത് ചെയ്തു, അവരുടെ വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. കാരണം അവർ ജനിച്ചിട്ടുള്ളത്, അവരുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലാണ്, അത് ചൈനയുടെ ആണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ പാസ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ
അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കി ചൈനീസ് പാസ്പോർട്ട് എടുക്കണമെന്ന് അവർ അവിടെ ആവശ്യപ്പെട്ടിട്ടാണ് 18 മണിക്കൂറോളം അവർ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ, അത്ര തന്നെ അവർ പറഞ്ഞുള്ളൂ. ഓക്കെ, വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതായത് ഈ കാര്യങ്ങൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് വർഷങ്ങളായി ഈ സംഭവം തുടങ്ങിയിട്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവർ നമ്മളുടെ സ്ഥലം കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 27 പേര് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാൻഡേർഡ് നെയിം. ഓക്കെ, ഇന്ത്യൻ ഗവൺമെന്റ്. പക്ഷേ ദ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അവർ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഇല്ലീഗൽ, അതായത് ഇന്ത്യയുടെ ഒരു ഇല്ലീഗൽ മൂവ് ആണ് ഈ 27 നെയിം കൊടുക്കുക എന്നുള്ളത്. കാരണം ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, ചൈനയുടേതാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല എന്നാണ് ചൈന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു മൂവ്, ഇന്ത്യയുടെ ഈ മൂവ് ഇല്ലീഗൽ ആണ്. അതായത് ഇന്ത്യൻ ടെറിട്ടറി, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറിയിലുള്ളതാണ്. അതിന്റെ പേര് മാറ്റുമ്പോൾ അവിടെ ചൈന പറഞ്ഞു അത് ഇല്ലീഗൽ ആണെന്ന്. ഓക്കെ, പക്ഷെ അതിന് മറുപടിയായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറുപടിയാണ് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടാണ് എന്നുള്ളത്. ഈ വിഷയമായി ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അരുണാചൽ പ്രദേശ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പറയുന്നത് ഇവിടെ ചൈനയുടെ ആർമി വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതായത് സ്ഥലങ്ങളൊക്കെ അവർ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഒരു 2 മാസം മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ചൈനീസ് ആർമി അരുണാചൽ പ്രദേശിലെ ചർച്ചറയിലേക്ക് കയറിയിട്ട് അവിടെ എൻക്രോച്ച്മെന്റ് ചെയ്യുക മാത്രമല്ല അവിടെ സെറ്റിൽമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻസും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു 2 മാസം മുൻപ്. പക്ഷെ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് അതും നിരസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും അരുണാചൽ പ്രദേശിലുള്ള ആളുകളാണ് വന്നിട്ട് പറയുന്നത് അവിടെ അവർ വരുന്നുണ്ട്, അതായത് എൻക്രോച്ച് സ്ഥലങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചൈന എന്നുള്ള ഒരു കാര്യം. ഇനി ഇതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് പറയുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.